ഫ്രാൻസിസ് തോംസൻ്റെ മനോഹരമായൊരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ദി ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടപ്പെട്ടി. തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകം എന്നാ പറയുക. ആ കവിതയാണ്, കവിതാ സമാഹാരമാണ് അവൻ അല്പം കൂടി പ്രശസ്തി നേടിക്കൊടുത്തത്. അവൻ്റെ ജീവിതകഥയാണ് അവൻ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് പാപം ചെയ്ത് പിറകെ 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 വരുന്ന ഒരു പട്ടിയെപ്പോലെ വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. മണുത്ത് മണുത്ത് വരികയാണ്. അത്രയും സ്നേഹമാണ് അവൻ അതിൽ കാണുന്നത്. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൻ്റെ പ്രചോദനം നൽകിയത് ഈ ഒരു ദൈവമാണെന്നാ പറയുക. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതകഥ വായിക്കുമ്പോഴും ഈ ഒരു ചരിത്രം തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. അഗസ്റ്റിൻ അവസാനം പാടുന്നുണ്ട്, എത്രയോ വൈകി ഈ സൗന്ദര്യം കാണാൻ, ഈ സ്നേഹം കാണാൻ. നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ പുറകിലൊക്കെ പോയില്ലേ. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഒരു വിശുദ്ധൻ്റെ ജീവിതമായിട്ട് മാറി അഗസ്റ്റിൻ. സഭയെ മാറ്റിമറിച്ച, സഭയ്ക്ക് മുതൽക്കൂട്ടായ ഒരു ജീവിതം. യൂദാസിനെയും പത്രോസിനെയും ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒറ്റക്കൊടുത്ത യൂദാസ് തൂങ്ങി മരിച്ചു. അവസാനം പത്രോസ് കരഞ്ഞ് 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 വലിയൊരു വിശുദ്ധനായി, സഭയുടെ മൂലക്കല്ലായി. ഈ നോൻപുകാലത്ത് നമ്മുടെയും ഒരു ചിന്ത, ഒരു ജീവിത ചിന്ത ഇതാവണ്ടേ. തെറ്റ് ചെയ്തു പോയാൽ പോലും എല്ലാം ക്ഷമിച്ച് കാത്തിരിക്കുന്ന ദൈവമല്ലേ, എന്തിനാ ഭയപ്പെടുന്നേ? ആ ദൈവത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ധൂർത്തപുത്തിനെ പോലെ കാലിൽ കെട്ടി വീണ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞാൽ എന്തൊരാശ്വാസമാണ്. ജീവിതം അവസാനിപ്പിക്കേണ്ടതൊന്നുമില്ലല്ലോ. സന്തോഷത്തോടെ മുന്നോട്ട് യാത്ര ചെയ്തുകൂടെ? ആ സൗന്ദര്യത്തെ കണ്ട്, സ്നേഹത്തെ കണ്ട് അനുഭവിച്ച് ഈ നോൻപുകാലത്ത് അതിന് നമുക്കാവട്ടെ. ധൂർത്തപുത്തിനെ പോലെ കാലിൽ കെട്ടി വീഴാൻ, കരയാൻ, സന്തോഷത്തോടെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.